നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മാഡം ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാണ്. അതെ. പിന്നെ ദിലീപ്, ഞാൻ തന്ന ഫയല് കയ്യിലില്ലേ? മാഡം, വാർഡ് മെമ്പറോട് കുറെ നാളായി പറയുക വീടിന് മുന്നിലെ ഓടയ്ക്ക് വീതി കൂട്ടാൻ. ഒരു മഴ പെയ്താൽ വെള്ളം വീടിനകത്തേക്ക് കയറും. 5ഉം 2ഉം വയസ്സുള്ള കുട്ടികളുള്ള വീടാണ് മാഡം. ചേച്ചി, എന്തായാലും പരിഹാരങ്ങൾ ഉണ്ടാക്കാം. ഓടയ്ക്ക് വീതി കൂട്ടി ബ്ലോക്കൊക്കെ മാറ്റി വെള്ളം നല്ല രീതിയിൽ പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ശരിയാണ്. ദിലീപ് മാഡം, അവര് പറഞ്ഞ സ്ഥലത്തെ ഡ്രെയിനേജ് എന്താ വേണ്ടതെന്ന് പഠിച്ച് എനിക്ക് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തരണം. ഓക്കെ മാഡം. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ പരാതിയോ ഉണ്ടെങ്കിൽ തന്നോളൂ. എന്താ നിങ്ങളുടെ പരാതി? ഈ കവറിലെ കത്തൊന്ന് വായിക്കണം മാഡം. മാഡത്തിന് എന്നെ അറിയില്ല, എന്നാൽ മാഡത്തിന് എനിക്കറിയാം. എങ്ങനെ അറിയാം എന്നായിരിക്കും മാഡം ആലോചിക്കുന്നത്. മാഡത്തിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആകാശ് എനിക്ക് മകനെ പോലെയാ. ലെറ്റർ വായിക്കാതെ കളയാതിരിക്കാനാ ഞാൻ എന്നെപ്പറ്റി പറഞ്ഞത്. എനിക്ക് മാഡത്തോട് പറയാനുള്ളത് മുഴുവൻ ഞാനിതിൽ എഴുതിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മുഴുവൻ വായിക്കണം. ആകാശ് ചാരുവിനെ കല്യാണം കഴിക്കേണ്ട സാഹചര്യം മാഡത്തിന് അറിയില്ല. മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് സ്വന്തം ചേട്ടൻ അരവിന്ദ് നാടുവിട്ടുപോയി. ചാരു അത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചാരു മാത്രമല്ല, ആ കുടുംബത്തിലെ ആരും. ചാരുവിനെ ചെറുപ്പം മുതൽ സംരക്ഷിച്ചത് ആകാശിന്റെ അച്ഛൻ ബാലമാഷ. ചാരുവിന്റെ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെയാ. അങ്ങനെയുള്ള ചാരു മണ്ഡപത്തിൽ കല്യാണം മുടങ്ങി ഒറ്റപ്പെട്ടു നിന്നപ്പോ അന്നിലെടുത്ത തീരുമാനം ആകാശിനെ കൊണ്ട് ചാരുവിനെ കല്യാണം കഴിപ്പിക്കാൻ. ആ സമയത്ത് ബാലിന്റെ വാക്ക് ധിക്കരിക്കാൻ ആകാശിന് കഴിയില്ലായിരുന്നു. അതുകൊണ്ടാ ആകാശ് ചാരുവിനെ കല്യാണം കഴിച്ചത്. അറിഞ്ഞുകൊണ്ട് തെറ്റും ആകാശും ചാരുവും ചെയ്തിട്ടില്ല മാഡം. മാഡത്തിന് ആകാശിനോട് ദേഷ്യവും വാശിയും ഉണ്ടാകും. അത് വെച്ച് ഓഫീസിൽ ആകാശിനെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഇതെന്റെ ഒരു അപേക്ഷയാണ്. മാഡത്തിന്റെ മനസ്സിലെ വിഷമം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ ആകാശിനെയും ചാരുവിനെയും വെറുതെ വിടണം. മാഡം, പരാതി ഫയൽ വെക്കട്ടെ മാഡം? വേണ്ട, ഇത് എന്നോട് മാത്രമുള്ള അപേക്ഷയാണ്. ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ കാര്യ. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ഞാൻ എഴുതിയ കാര്യങ്ങൾ മാഡം പരിഗണിക്കുന്നു വിശ്വസിച്ചാ ഞാൻ പോകുന്നത്. ശരി.
എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. മോനെ, നീ ഇതോടെ പോകുന്നു? ഓഫീസിലേക്കാണോ? അതെ സാർ, ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്താക്കു ചേട്ടാ ഇത്? ഒരാഴ്ചയെങ്കിലും റെസ്റ്റ് വേണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ടിപ്പോ ഓഫീസ് എന്ന് പറഞ്ഞ് ഇറങ്ങിയാല് എങ്ങനെയാ ശരിയാവുക? അത് ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. ജോലിയൊക്കെ പിന്നെ ചെയ്യാം. നീ ഇപ്പൊ ലീവ് വിളിച്ചു പറ. അച്ഛാ, ലീവൊന്നും കിട്ടില്ല, ചുമ്മാ വിളിക്കാന്നേ ഉള്ളൂ. അച്ഛാ, ഞാൻ പോയിട്ട് വരാം. ഏയ് അക്കുചേട്ടാ, 3 നേരവും മരുന്നുള്ളതാ, അത് മുടക്കാൻ പാടില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്? കറക്റ്റ് സമയത്ത് തന്നെ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കണ്ടേ? അതൊന്നും ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നടക്കില്ല അക്കുചേട്ടാ. കാക്കുത്തി, മരുന്നൊക്കെ എന്റെ ബാഗിലുണ്ട്, കറക്റ്റ് സമയത്ത് ഞാൻ കഴിച്ചോളാം. ആകാശവനെ, ചാരുമോളെ വിഷമം കണ്ടൂടെ? ഇന്നൊന്ന് ലീവ് വിളിച്ച് പറഞ്ഞൂടെ മോന്? വിളിച്ചാലും കാര്യമില്ല, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, വന്നാലേ പറ്റുള്ളൂ എന്നായിരിക്കും അവര് പറയുന്നത്. അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞ ഫോൺ എനിക്കിതാ, ഞാൻ പറഞ്ഞോളാം. അക്കുചേട്ടാ റൂമിലേക്ക് പോ. ഞാൻ പറയുന്നത് എന്താ നിങ്ങൾക്കാർക്കും മനസ്സിലാവാത്തെ? ഫയൽസ് ഒക്കെ പെൻഡിങ് ആയി കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് തന്നെയായിരിക്കും. ഞാൻ ഇറങ്ങാം. നിങ്ങളൊക്കെ പറയുന്ന കേട്ടാത്തൊന്നും അവനൊരു കൊച്ചുകുട്ടിയാണെന്ന്. അവനെ നോക്കാൻ അവൻ അറിഞ്ഞൂടെ? ഓരോരുത്തരും പറഞ്ഞു കൊടുത്തിട്ട് വേണമല്ലോ അവന് മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഓ, ഭർത്താവിനോട് സ്നേഹമുണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാനുള്ള ഒരടവ്. ഇവൾ ഒറ്റൊരുത്തി അവന് സമാധാനം കൊടുക്കാത്തത്. അവനെന്നല്ല, ഇവിടെ ആർക്ക് സമാധാനം തരാത്തത് നീയാ.